ദേശീയപാത 85 നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഉത്തരവിൽ കടുത്ത പ്രതിഷേധമാണ് ഇടുക്കി ജില്ലയിൽ ഒട്ടാകെ ഉയരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിമാലി, വെള്ളത്തുവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ UDF-ഉം അടിമാലി പഞ്ചായത്തിൽ LDF-ഉം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താലിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാഹനം തടയൽ അടക്കമുള്ള വിവിധ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിച്ച് വരികയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വാഹനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് തടയുന്നുണ്ട്. അല്പനേരം തടഞ്ഞതിനു ശേഷം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടുന്ന രീതിയിലേക്കാണ് പ്രതിഷേധ പരിപാടികൾ പോകുന്നത്. വലിയ പ്രതീക്ഷയോടെ കൂടിയായിരുന്നു ദേശീയപാത വികസനം ഹൈറേഞ്ചിലെ ജനങ്ങൾ കണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ഘട്ടത്തിൽ അതിനൊരു പ്രതിസന്ധി തിരിച്ചടി ഹൈക്കോടതി ഉത്തരവിലൂടെ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു പാതയാണ് നേര്യമംഗലം വാളറ പാത എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ ഘട്ടത്തിൽ വിവിധ സംഘടനകൾ കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ LDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളും വാഹനം തടയൽ ആണ് നടക്കുന്നത്. ഈ ഹൈക്കോടതി ഉത്തരവ് എങ്ങനെ നമ്മളെ ഹൈറേഞ്ച് ജനതയെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ഹൈക്കോടതി ഉത്തരവ് നമ്മുടെ ഹൈറേഞ്ച് ജനതയെ പൂർണ്ണമായിട്ട് അവരുടെ ഗതാഗതം മാത്രമല്ല ജീവിതമാർഗം തന്നെ വഴിമുട്ടിക്കും. സ്വാഭാവികമായി കാർഷിക മേഖലയുടെ പ്രതിസന്ധി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ പിടിച്ചു നിർത്തുന്ന ടൂറിസം ആണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളടക്കം നിരവധി ആളുകൾ ദൈനംദിനം സഞ്ചരിക്കുന്ന വഴിയാണ് ഈ വഴി. നമ്മുടെ നേര്യമംഗലം മുതൽ വാളറ വരെ എന്ന് പറയുന്നത് സ്ഥിരം അപകട മേഖലയാണ്. ഈ റോഡ് എന്ന് പറയുന്നത് പീഡബ്ല്യു റോഡാണ്. രാജഭരണകാലത്ത് അനുവദിച്ച 100 അടി വീതിയുള്ള റോഡ് പീഡബ്ല്യു റോഡാണ് യഥാർത്ഥത്തിൽ. എന്നാൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗമായി ഇത് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യം 298 മരം മുറിക്കുന്നതിന് കോടതി തന്നെ ഉത്തരവ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരം മുറിച്ചു വരവെയാണ് മരങ്ങൾ കടവഴി വീഴുകയും വാഹനങ്ങൾക്ക് അടക്കം ഗുരുതരമായ വിഷയം ഇവിടെ മഴക്കാലത്ത് സംജാതമായി. ഈ ഘട്ടത്തിൽ ഏതാനും മരങ്ങൾ കൂടി റോഡിലേക്ക് വീണ സമയത്താണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന കളക്ടർ ഉത്തരവിട്ടു. 684 മരം മുറിക്കാനാണ് ഉത്തരവിട്ടത്. ആ 684 മരം മുറിക്കാൻ ഉത്തരവിട്ടപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതാവായിട്ടുള്ള അവരുടെ പരിസ്ഥിതി സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള MN ജയേന്ദ്രൻ കോടതിയെ സമീപിക്കുകയും കോടതി ഇത് വനമാണ്, ഇങ്ങനെ കളക്ടർക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സർവ്വനിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് കടുത്ത പ്രതിഷേധത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ജീവൻ മരണ സമരമാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ ഇടപെടലുകൾ ഇതിനു മുമ്പ് ജോയ്സ് ജോർജ് MP എന്നല്ല നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി CV വർഗീസിന്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലാണ് മുഖ്യമന്ത്രിയും എല്ലാമായി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതാണ്. BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റായ MN ജയേന്ദ്രനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതും തുടർന്ന് ഈ ഉത്തരവിലേക്ക് വഴിവെച്ചതുമെല്ലാം. അതേസമയം BJP-യുടെ ഔദ്യോഗിക നേതൃത്വം അദ്ദേഹത്തിന്റെ നിലപാടിനെ അടക്കം തള്ളുന്നുണ്ട്. ജില്ലയുടെ BJP-യിലെ മുതിർന്ന നേതാവ് ആണ് MN ജയേന്ദ്രൻ എങ്കിലും വികസനത്തിനൊപ്പമാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. MN ജയേന്ദ്രൻ വനം വകുപ്പിന്റെ ബിനാമിയാണ് എന്നതടക്കമുള്ള നിലപാടുകൾ BJP മുന്നോട്ട് വയ്ക്കുന്നു. LDF MP ഡീൻ കുര്യാക്കോസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങളും പ്രതികരണങ്ങളുമാണ് ഇത്തരം ഉത്തരവിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന നിലപാടെടുക്കുമ്പോൾ UDF-ഉം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF പറയുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് എത്തിയത് എന്നുകൊണ്ടാണ് അല്ലേ? സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി ഉണ്ടാകാൻ കാരണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എഴുതി കൊടുത്ത കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ജയചന്ദ്രൻ BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ പൊതു താൽപര്യ ഹർജി കൊടുത്തു തന്നെ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയാണ് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഹർത്താൽ നടത്തേണ്ടി വന്നത്. പൊതുജനത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇന്ന് LDF അടിമാലി പഞ്ചായത്തിൽ മാത്രം ഹർത്താൽ നടത്തിയിട്ടുള്ളത്. ഇതിന് പൂർണ്ണ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയവും ഹൈറേഞ്ചിനോടുള്ള തെറ്റായ സമീപനവുമാണ്. തീർച്ചയായും ഇത് ഒരു കൗതുകകരമായ കാഴ്ച കൂടിയാണ്. 2 വശത്ത് 2 കക്ഷികൾ ഒരേ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. രണ്ടുപേരും 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒറ്റ കാര്യം മാത്രമാണ്. ഇടുക്കിയിലെ ജനത ആകെ വലിയ പ്രതിഷേധത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ അത് തങ്ങളുടെ ജീവിതത്തെ ഒട്ടാകെ ബാധിക്കുമെന്ന തിരിച്ചറിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു ജനകീയമായ ഒരു മുന്നേറ്റം തന്നെ, ഒരു പ്രതിഷേധം തന്നെ ഇടുക്കിയിൽ ഒട്ടാകെ രൂപപ്പെട്ടു വരുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് 3 പഞ്ചായത്തുകളിൽ
പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താൽ നിലനിൽക്കുന്ന വൈകിട്ട് 6 മണി വരെ വാഹനങ്ങളടക്കം തടയും എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. ഇടുക്കിയിൽ നിന്നും ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.